അണ്ടർസ്റ്റൻസ് ഉണ്ടല്ലോ, സുഖമില്ലാതെ ഇടയ്ക്ക് ഒന്ന് പോയതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എനിക്ക് മൈൻഡ് ഒക്കെ അല്ലാതെ ഞാൻ പോകും. ഇതെന്താ ഈ രൂപത്തില്? എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഇപ്പോഴും എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല, അറിയേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അതുപോലെ ആവത്തില്ല, നീ അതൊക്കെ വിട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ഈ ചേച്ചി ഫസ്റ്റ് പോയപ്പോ തന്നെ ആദ്യം തന്നെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചേച്ചിയെ ടാർഗറ്റ് ചെയ്യായിരുന്നു എല്ലാവരും ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊരു തമാശക്ക് എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയേ പറ്റൂ. പനിമോളാണെങ്കിലും കൂടെ നിന്നൊരാള് ബാക്കിൽ നിന്ന് കുത്തിയപ്പോ കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? ആ ഒരു ഇതായിട്ടില്ല. ഞാൻ 2 ദിവസം എടുക്കും എന്തായാലും. എന്തോന്നു നിങ്ങളൊരു മറ്റേ വർത്താനം പറയരുത്. ഈ തോന്നലെപ്പോഴാണ് ഫസ്റ്റ് വീക്കുണ്ടായിരുന്നു, നീ പുറത്തേക്ക് പോകണമെന്നിരുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സുഖിച്ചൊക്കെ മറ്റേ എന്തായിട്ടത് അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞ കേട്ടില്ലേ? അവൻ പറഞ്ഞ വാക്ക് കേട്ടാ. ബിഗ് ബോസ് കേരളത്തിൽ പിന്നെ ഇതൊക്കെ ആലോചിക്കണ്ടായിരുന്നു, അത് തോന്നില്ലായിരുന്നു. വിളിച്ച് ഞാൻ പോയി. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല, അപ്പൊ അത് വെറുതെ ഇങ്ങനെ കളയുന്നുള്ളൊരു ഞാനൊരു മാസം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എല്ലാവർക്കും പോവാം. അല്ല. എന്നാലും ഒരു മാസം നിൽക്കാന്ന് പറയുന്നത് ഒരുപാട് പേര് ഓട്ടോണ്ടിൽ നിൽക്കുന്നു തന്നെ. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ സംസാരിക്കാത്തതിന്റെ കാര്യം എന്താ? സംസാരിക്കാത്തതിന്റെ കാര്യം എന്താ? ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പില് നമ്മള് നാണം കെടുന്ന എനിക്ക് തോന്നുന്നേ. എന്താടാ നിനക്ക് പേടിയായോ? അല്ല, ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ലേ? അത്ര വയ്യാതെയോ? അത് നമുക്ക് ഇരിക്കാം. ഞാൻ വന്നത് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. അല്ല, നമുക്ക് അവിടെ നിന്ന് ഇരിക്കാം. അവിടെ നിന്ന് ഇരിക്കാം ഒരു 5 മിനിറ്റ്. സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഞാനുണ്ടല്ലോ. എടാ ഭീമ, നീ ഒന്ന് സമാധാനപ്പെടുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കാം. ഒരു 5 മിനിറ്റ് ചായ കുടിച്ചിരിക്കാം. എന്റെ സ്റ്റാറ്റസ് വെച്ച് എനിക്കതൊന്നും പറ്റില്ല. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ.